യെസ്, അപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ എല്ലാ ഇലക്ട്രിക് ഡിവൈസസ് നിങ്ങളിപ്പോൾ ബാക്കിൽ കാണുന്ന കമ്പ്യൂട്ടർ ആയാലും ലൈറ്റ് ആയാലും ഫാൻ ആയാലും എല്ലാം ഇപ്പോൾ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഡേ ടൈമാണ്, സൂര്യപ്രകാശം ഉണ്ട് ആൻഡ് കംപ്ലീറ്റ്ലി വർക്കിംഗ് ഓൺ സോളാർ. പക്ഷേ ഈ സോളാർ ഫിറ്റ് ചെയ്യാനായി 1-2 വർഷമായി ഞാൻ നോക്കുന്നത്. പക്ഷേ എനിക്ക് അഫോർഡബിൾ അല്ലായിരുന്നു. എല്ലാം മിനിമം 2.5 ലക്ഷത്തിൻ്റെ മുകളിലായിരുന്നു ഓൺ ഗ്രിഡിൻ്റെ പ്രൈസിങ് വരുന്നത്. അങ്ങനെയാണ് ഞാൻ Energy24by7 ഒരു പരസ്യം ഇൻസ്റ്റാഗ്രാമിലെ കണ്ടത്. സോ ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അണ്ടർ 30,000, അതായത് സ്റ്റാർട്ടിങ് ഫ്രം 25,000 നമ്മൾക്ക് സോളാർ പാനലും അതേപോലെ ഇവരുടെ പ്രൊഡക്ട്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് പാക്കേജ് അണ്ടർ 30,000 കൊണ്ടുവരാൻ പറ്റും. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇവരെ കോൺടാക്ട് ചെയ്തു ആൻഡ് ഇവിടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പോൾ ഞാൻ സോളാറിലാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് കാണാം. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് ആസ് ഓഫ് നൗ എല്ലാ സൈക്കിളിലും 5,000 രൂപയാണ് മിനിമം വരുന്നത്. എന്ന് വെച്ചാൽ Energy24by7 പറയുന്നത് അപ് ടു 50% നമ്മൾക്ക് ഇവരുടെ സോളാർ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ലാഭിക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബില്ല് എപ്പോഴും വരുന്നത് 5,000 ആണ്. 2,500 പെർ ബില്ല് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് 50% മീൻസ് 2,500 വരികയാണെങ്കിൽ എനിക്ക് വെറും 2 വർഷം കൊണ്ട് ഇതിന് ചിലവായ ഒരു 30,000 എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. സോ ഈ പറയുന്നത് എൻ്റെ ഒരു യൂസേജ് സൈക്കിളാണ്. ഡിപ്പെൻസ്, അപ്പോൾ ഓരോ ആൾക്കാരുടെ യൂസേജ് പോലെ ആയിരിക്കും സേവിങ്സ് ഒക്കെ. സോ എന്തായാലും ഇവിടെ ഇരുന്നിട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ അല്ലേ ഇത്. ഈ വീഡിയോ കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യുക, ഒട്ടും സ്കിപ്പ് ചെയ്യരുത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ ബ്രാൻഡ്, അതായത് Energy24by7 എൻ്റെ വീട്ടിൽ ഡയറക്റ്റ്ലി എത്തിയിരിക്കുകയാണ്. അതായത് കംപ്ലീറ്റ് കിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഹർഷ്, ഓക്കെ, അതായത് 24by7 കമ്പനിയുടെ ഡയറക്ടറാണ്. ഇത് കിരൺ നമ്മുടെ ഇൻസ്റ്റലേഷൻ എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ശ്രീകുമാർ ഞങ്ങളുടെ എല്ലാം എഞ്ചിനീയറിംഗ് തൊട്ട് ഇൻസ്റ്റലേഷൻ തൊട്ട് എല്ലാം ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ഇൻസ്റ്റാളേഷൻ 4 മണിക്കൂർ ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡിങ് അപ്പോൺ സൈറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ എല്ലാം ക്യാരി ചെയ്യും, അതായത് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ടുള്ള ലാഡർ ആയാലും വയർ ആയാലും ഡ്രിൽ ചെയ്യാനുള്ള മെഷീൻസ്, എക്യുപ്മെന്റ്സ്, നമ്മൾ കേബിള്, PVC പൈപ്പ് അടക്കം എല്ലാം കൊണ്ടാണ് നമ്മൾ വരാം. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നിങ്ങൾ ടോട്ടലി 2 പാനലാണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 പാനൽ എന്ന് പറഞ്ഞാൽ 400 വാട്ട്, 200+200. അപ്പോൾ ഇതിൽ കൂടുതൽ വേണ്ടവർക്ക് എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ പല സൈസ് ചെയ്യാം. ഫാൻ്റെ റിക്വയർമെന്റ് നമ്മൾ നേരത്തെ മഹേഷ് വന്ന് ചെക്ക് ചെയ്തതനുസരിച്ചിട്ടാണ് നമ്മൾ സൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് എന്താണ് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓരോ വേരിയന്റിന് മാക്സിമം കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏകദേശം എത്ര പെർസെൻറ്റേജ് എനിക്ക് കറണ്ട് ബില്ല് കുറക്കാൻ പറ്റും? ഡിപ്പെൻഡിങ് അപ്പോൺ യൂസേജ് ആണ്. പക്ഷേ ഞങ്ങൾ ആസ് പെർ കസ്റ്റമർ, നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് ഞങ്ങൾക്ക് അറൗണ്ട് 50% വരെ കസ്റ്റമേഴ്സ് വരെ കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീടുകളാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഉപയോഗിക്കുന്നത് നമ്മൾ സിംഗിൾ ബാറ്ററിയുള്ള ഇൻവെർട്ടറാണ് അല്ലേ. ഇപ്പോൾ ഒരു 12 വോൾട്ട് നമ്മൾ 1000 വാട്ടിൽ താഴെയുള്ള ഇൻവെർട്ടർ, ഒരു 150 AH അല്ലെങ്കിൽ 100 തൊട്ട് 150 AH വരെയുള്ള ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. വലിയ വീടുകളിലാണെങ്കിൽ കുറച്ചും കൂടി കൂടിയ കപ്പാസിറ്റി ഉള്ള സാധനങ്ങൾ കൺവേർട്ട് ചെയ്ത് 2 ബാറ്ററി വരെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് 90% നമ്മൾ ഇൻവെർട്ടർ മാർക്കറ്റ് ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് ഇൻവെർട്ടേഴ്സ് ആണ്. പിന്നെ കൊമേഴ്ഷ്യൽ ഉണ്ട്, നമ്മൾ ബാങ്കുകൾ, സ്കൂളുകൾ അല്ലെങ്കിൽ ഓഡിറ്റോറിയം, അതെല്ലാം ചെയ്യാൻ നമുക്ക് വേറൊരു കൊമേഴ്ഷ്യൽ വേരിയന്റ് ഉണ്ട്. ഓക്കെ, ഈ റെസിഡൻഷ്യൽ വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 25,000 തൊട്ട് നമുക്ക് 45 അകത്ത് തീരും. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു 25,000 ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു മേജർ ഫ്രൂട്ട്ഫുൾ പോയിന്റ്. കാരണം സോളാർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വരുന്നത് എന്ന് വെച്ചാൽ ആദ്യത്തെ 1 കിലോവാട്ട് ചെയ്യാൻ 60,000 താഴെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്രന്റ് ഇൻവെസ്റ്റ്മെന്റ് അത്രയുണ്ട്. പക്ഷേ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ ഇരിക്കുന്ന ഇൻവെർട്ടറും ബാറ്ററിയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കൂടി വരുന്ന എക്സ്പെൻസ് സോളാർ പാനലും നമ്മുടെ ബോക്സും ഈ സ്ട്രക്ചറും മാത്രമേ ഉള്ളൂ. അപ്പോൾ കസ്റ്റമേഴ്സിന് എപ്പോഴും കുറച്ചും കൂടി ഇതായിരിക്കും. എക്സിസ്റ്റിംഗ് നിങ്ങളുടെ അടുത്ത് ഒരു ഇൻവെർട്ടർ ഓൾറെഡി ഉണ്ട്, ഇൻവെർട്ടറും ബാറ്ററിയും ഉണ്ടെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇവരുടെ പ്രൊഡക്റ്റിൽ നിന്നും ഐക്കോൺ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അതായത് നിങ്ങൾ എക്സിസ്റ്റിംഗ് ഇൻവെർട്ടറും ബാറ്ററിയും എന്ത് ചെയ്യും? സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ 50% സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്കൊരു 2 വർഷം കൊണ്ട് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 2-3 വർഷം കൊണ്ട്. അത് കൂടുതൽ ഫർഹാൻ എങ്ങനെ വെച്ചാൽ നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത് അതാണ് സേവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആവറേജ് ഒരു 36 മന്ത്സ് 2-3 വർഷമാണ് ഇപ്പോൾ ഇതുവരെയുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു പേ ബാക്ക്, മാക്സിമം ഒരു ആവറേജ് പേ ബാക്ക് വരും 36 മാസം തൊട്ട് 40 മാസത്തിനുള്ളിൽ എല്ലാവരുടെയും പേ ബാക്ക്. എൻ്റെ യൂസേജിൽ ഏകദേശം യൂസേജ് വരുന്നുണ്ടെങ്കിൽ വരും. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇലക്ട്രിക് ബൈക്ക് ഇറക്കിയിട്ടുണ്ട്. സോ അതിലെ സേവിങ്സ് എനിക്ക് 2 മാസം 6,000 രൂപക്കായിരുന്നു പെട്രോൾ അടിക്കുന്നത്. ഇപ്പോൾ 2 മാസം 800 രൂപൻ്റെ കറണ്ടേ വരുന്നുള്ളൂ. സോ ഏകദേശം അത് 1 വർഷം ഓടുമ്പോൾ തന്നെ ആ ബൈക്ക് വാങ്ങേണ്ട സേവിങ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ. അതുപോലെ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഈ പ്രൊഡക്റ്റിൻ്റെ റീഫണ്ട് നമ്മൾ 2 കൊല്ലം ചെയ്യും. ഒരു വീട്ടിൽ ഇൻവെർട്ടർ ഇല്ല, ബാറ്ററി ഇല്ല, അവർക്ക് എത്ര ഏകദേശം കോസ്റ്റ് വരും? അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ഒരു ബാക്കപ്പ് സൊല്യൂഷൻ ആണല്ലോ വേണ്ടി വരാം. അപ്പോൾ അവർക്ക് എന്തായാലും ഇൻവെർട്ടർ ആയിരിക്കും നോക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഈ ഐക്കോൺ ടെക്നോളജി എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻവെർട്ടർ, സോളാർ ഇൻവെർട്ടർ. അത് ഞങ്ങളുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് ആണ്, iCUBE എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഇൻവെർട്ടർ ആണ്, സോളാർ ഇൻവെർട്ടർ ആണ്. സോളാർ ഇൻവെർട്ടർ. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും iCUBEൻ്റെ അകത്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സോളാർ പാനൽ കണക്ട് ചെയ്യാം. സേവിങ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആപ്പ് വഴി
എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. സോ ഒരു വീട്ടിലൊരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് ആപ്പിൽ കാണാൻ പറ്റും. നിങ്ങളുടെ കറക്റ്റ് ഇപ്പോഴത്തെ ഈ ദിവസം കഴിഞ്ഞ മണിക്കൂർ നിങ്ങൾക്ക് എത്ര സോളാർ ഉണ്ടാക്കിയെന്ന് വരെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ബാറ്ററിയുടെ അവസ്ഥ എന്ന് അറിയാൻ പറ്റും. നിങ്ങളുടെ ബാറ്ററി അഥവാ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ടില്ല, നമുക്ക് ഇത് ഔട്ട്പുട്ട് ഒരുപാട് കുറവാണ് കിട്ടുന്നത്, അങ്ങനെയാണെങ്കിൽ ബാറ്ററിക്ക് അലേർട്ട് വരും. സോളാർ പാനൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിന് അലേർട്ട് വരും. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് റിമോട്ട് മോണിറ്ററിംഗ് ഉണ്ട്. അതാണ് ഒരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളും കൂടി നമ്മളെ വിളിച്ചറിയിക്കും. അതെ, നിങ്ങൾ അറിയുന്നതിന് മുമ്പ് ഞങ്ങൾ അറിയാം. ആദ്യം അവിടെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്നതിന് മുമ്പ് ഞങ്ങൾ അറിയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ഫ്ലഡിൽ, നമ്മൾ 2019 ഫ്ലഡിൽ ഞങ്ങൾക്ക് ഒരു ഏർലി കസ്റ്റമർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ സമയത്ത് പുള്ളി കറണ്ട് തീരെ ഇല്ല, കാരണം ഒരു 4-5 ദിവസം കറണ്ട് ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് പുള്ളി സോളാറിന് മാത്രം ഉപയോഗിച്ചിരുന്നു. ഒരു ദിവസം മിക്സി അടിച്ചപ്പോൾ പുള്ളിയുടെ ബാറ്ററി പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയിപ്പോയി. പുള്ളി ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, സാർ എന്താ പെട്ടെന്ന് ബാറ്ററി താഴ്ന്നു പോയേ? അപ്പോൾ പുള്ളി പറഞ്ഞു അത് ഞാൻ അറിയാതെ മിക്സി ഉപയോഗിച്ചു. അപ്പോൾ ആ ലെവലാണ് നമ്മൾ കസ്റ്റമേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ആവറേജ് ഒരു വീട്ടിൽ ഇതുപോലെ ഈ ഞാൻ ഇപ്പോൾ സെയിം ചെയ്യുന്ന 400 വാട്ടിൻ്റെ ഒരു പാക്കേജ് എടുക്കുന്നുണ്ടെങ്കിൽ വിത്ത് ബാറ്ററിയും അതേപോലെ തന്നെ നിങ്ങൾ iCUBE, അതായത് ഇൻവെർട്ടർ അടക്കം എത്ര ഒരു പാക്കേജ്? ഏകദേശം ഒരു 45,000 to 50,000 അത് സെയിം പാക്കേജ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇൻവെർട്ടറും ബാറ്ററി ഇല്ലെങ്കിലും ബിലോ 45,000 15ൻ്റെ അകത്ത് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഓൾറെഡി ഒരു ഇൻവെർട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ബാറ്ററി ഉണ്ട്. സോ ഇത് നമ്മൾ സോളാറിലേക്ക് കൺവേർട്ട് മാത്രമേ ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് ഇവിടെ ഐക്കോൺ എന്നൊരു പ്രൊഡക്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇന്റലിജന്റ് കൺവേർട്ടർ ഓരോ വീട്ടിലും ആ വീടിന്റെ രീതിക്കാണ് വർക്ക് ചെയ്യുക. സോളാറിനെ കുറിച്ചുള്ള മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ 9 തൊട്ട് 6 മണി വരെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ വീട്ടിൽ ആളില്ലെങ്കിൽ സോളാർ വേസ്റ്റ് ആയി പോകും. ഇങ്ങനെയൊക്കെയാണ് വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ആ വീട്ടിലെ സ്വഭാവം എന്താണോ എന്നുള്ളത് ഡിവൈസ് പഠിച്ചെടുക്കും. നിങ്ങൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് കുറച്ച് ദിവസങ്ങൾ ഇതിന്റെ ലേണിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ആള് തീരുമാനിക്കുന്നത് എങ്ങനെ ഉപയോഗിക്കണം. അപ്പോൾ നമ്മളെ ചാനലിൽ ഓൾറെഡി മെഷീൻ ലേണിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പ്രാക്ടിക്കലി ഇവിടെ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമ്മളെ യൂസേജ് ആദ്യം ഈ മെഷീൻ പഠിക്കും, എന്നിട്ട് അതിനനുസരിച്ചിട്ട് ബാറ്ററി നിന്നാണോ സോളാർ നിന്നാണോ എടുക്കേണ്ടത്, എത്ര പെർസെൻറ്റേജ് ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്യണം, ഇവിടെ സോളാർ എത്ര വരുന്നുണ്ട്, നാളെ എത്ര വരും, ഇതെല്ലാം. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്. രാവിലെ നമ്മളെ വർക്കിംഗ് എന്ന് വെച്ചാൽ, അതായത് ഡേ ടൈം സൺലൈറ്റ് ഉള്ള സമയത്ത് ഡയറക്റ്റ്ലി സോളാറിൽ നിന്നും ബാറ്ററി ചാർജ് ആവും. സെയിം ടൈം അതിൽ നിന്ന് തന്നെ വീട്ടിലെ മറ്റ് കൺസപ്ഷൻ ഉണ്ടാവും. ഇനി ഈവനിങ് സമയം ഈ ബാറ്ററിയിലാണോ ഉണ്ടാകുക? ഈവനിങ് സമയത്ത് നമ്മൾ സോളാർ തീരുന്ന സമയം, അത് നമ്മൾ ടെക്നിക്കലി സൺഡൗൺ എന്ന് വിളിക്കും. സൺഡൗൺ സമയത്ത് നമ്മൾ ബാറ്ററി 100% എപ്പോഴും ചാർജ് ചെയ്ത് വെക്കും. അതായത് വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ സൺഡൗൺ ആകുന്ന സമയത്ത് അതാണ് നമ്മുടെ അൽഗോരിതത്തിന്റെ ഒരു മെയിൻ ഒരു ഫീച്ചർ. കാരണം അത് കഴിഞ്ഞിട്ട് കറണ്ട് പോയാലോ അല്ലെങ്കിൽ എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ബാക്കപ്പ് കിട്ടണം. സോളാർ ഉപയോഗിച്ച് കാരണം ബാക്കപ്പ് പോയാൽ വലിയ പ്രശ്നമാകും. രാത്രി പീക്ക് ടൈമാണ്. പീക്ക് ടൈമിൽ മെയിൻസ് ഒന്ന് ചാർജ് ചെയ്താൽ കറണ്ട് ബില്ല് കൂടുതലാവുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ആ സമയത്ത് 100% ചാർജിങ്ങിൽ വെക്കുകയും ചെയ്യും. പിന്നീട് അങ്ങോട്ട് ബാറ്ററിയെ ചാർജ് ചെയ്യാൻ സമ്മതിക്കില്ല KCB നിന്ന്. അത് നമ്മുടെ ഒരു ഞങ്ങളെ പേറ്റന്റ് അതിനകത്താണ്. നിങ്ങളെ മെയിൻ പേറ്റന്റ് മാത്രമായ ഒരു ടെക്നോളജിയാണ്. അതായത് KCB നിന്നില്ല ചാർജിങ് ബാറ്ററിയിലേക്ക് പോകില്ല. അതായത് രാത്രി സമയങ്ങളിൽ അപ്പോൾ ബാറ്ററിയിലാണോ ഫുള്ളും വർക്ക് ചെയ്യുക? രാത്രി സമയങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമലി വീട് എങ്ങനെയാണോ ഓടിക്കുന്നത് അതുപോലെ തന്നെ ഓടിക്കുക. അതിനകത്ത് ബാറ്ററി ഒന്നും പറയാൻ പറ്റില്ല. രാത്രിക്ക് ശേഷം ചില സാഹചര്യങ്ങളിൽ ബാറ്ററി നിന്ന് ഓടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. രാത്രി തൊട്ട് രാവിലെ വരെ. പകൽ നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ നമുക്ക് സോളാർ മാക്സിമം ഉപയോഗിക്കണമല്ലോ. അപ്പോൾ രാത്രിയെ ബാറ്ററി ഓടിക്കാൻ തുടങ്ങും. പകൽ സമയത്ത് വീട്ടിലില്ലാത്തവരാണെങ്കിൽ ഇരുന്ന് പഠിക്കും നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവൻ മനസ്സിലാക്കി നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ല, പകൽ സമയത്ത് ആളില്ല. അപ്പോൾ ഇതിന് മാക്സിമം സേവിങ്സ് ജനറേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യും, രാത്രി ബാറ്ററി നിന്ന് ഓടിക്കാൻ തുടങ്ങും. രാത്രി നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ്, ഫാനുകൾ, കിടന്നുറങ്ങുമ്പോൾ ബെഡ്റൂമിൽ ഉപയോഗിക്കുന്ന ഫാൻ എല്ലാം ബാറ്ററി നിന്ന് ഓടിക്കും. രാവിലെ നിങ്ങൾ ഓഫീസിലേക്ക് വീട് പൊട്ടി പോകുമ്പോൾ ബാറ്ററി ഡൗൺ ആയിരിക്കും. ആ ബാറ്ററിയെ പിന്നെ സോളാർ ഓട്ടോമാറ്റിക്കലി ഒന്ന് ചാർജ് ചെയ്യും. വൈകിട്ട് നിങ്ങൾ വരുമ്പോഴേക്കും വീണ്ടും 100%. വീട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ രാത്രി ആയാലും എല്ലാം. കമ്പനി എന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ ശരിക്കുള്ള പേര് നൈക്വസ്റ്റ് ഇന്നോവേഷൻ ലാബ്സ് എന്നാണ്. Energy24by7 ഞങ്ങളുടെ ബ്രാൻഡാണ്. ഈ ബ്രാൻഡിനകത്താണ് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും iCUBE എല്ലാം ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ എത്ര വർഷമായി? ഞങ്ങൾ 5 വർഷമായി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇത് ശരിക്കും ഒരു 10 വർഷം മുമ്പ് ഒരു എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ പ്രൊജക്റ്റിൽ നിന്നും വന്നൊരു ഐഡിയ ആണ്. അവിടെ നിന്ന് ഞങ്ങൾ മെല്ലെ പിക്ക് ചെയ്ത് വന്ന് തുടങ്ങിയൊരു കമ്പനിയാണ്. ഞങ്ങൾ 2017 ഇൻകോർപ്പറേറ്റ് ആയത്. ഞങ്ങളൊരു 12 പേരുടെ ടീമാണ്. ഞങ്ങളുടെ മെയിൻ അസംബ്ലിംഗ് ഓഫീസ് കൊല്ലത്താണ്. പക്ഷേ നമ്മൾ ത്രൂ ഔട്ട് കേരള ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കോഴിക്കോട് IIMൽ ഞങ്ങൾ ഇൻക്യുബേറ്റഡ് ആണ്. കൊച്ചിയിൽ ഞങ്ങൾക്ക് ചെറിയ സ്പേസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ അസംബ്ലിംഗ് എല്ലാ ഓഫീസ് R&D ഓഫീസ് വരുന്നത് കൊല്ലത്താണ്. ഞങ്ങൾ ഈ റീസെൻ്റ്ലി ഞങ്ങൾ ഷെല്ല് നമ്മുടെ ഒരു ശതമാനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷെല്ല് നമ്മുടെ പ്രൊഡക്റ്റും നമ്മുടെ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സും ക്വാളിറ്റി എല്ലാം സംസാരിച്ചപ്പോൾ ദേ ആർ വെരി കീൻ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. അപ്പോൾ മെയിനായിട്ടൊരു ചലഞ്ചിങ് വരുന്നത് സോളാറിൽ നിന്നും നമ്മൾ ഇൻവെർട്ടർ വരെയുള്ള പാസേജ്, അതായത് വയർ എത്തിക്കണം. അതാണ് നമ്മളെ വർക്ക് വരുന്നത്. അതെ. മാനുവലായിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞത് മാത്രമാണ്. സോളാർ ഫിറ്റ് ചെയ്യുക, നമ്മളിപ്പോൾ വയർ ചെയ്ത് താഴെ കൊണ്ടുവന്ന് ഇൻവെർട്ടർ അവിടെ ഇരിക്കുന്നത് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക. അതാണ് നമ്മുടെ മേജർ വർക്ക്. അതാണ് കൂടുതൽ സമയം എടുക്കുന്നത്. അതായത് നമ്മൾ എക്സിസ്റ്റിംഗ് ഇൻവെർട്ടർ വരെ നിങ്ങൾ ഈ സോളാറിൽ നിന്ന് വയറെത്തണം. അത്രേ ഉള്ളൂ. ബാക്കി കണക്ഷൻ പെട്ടെന്നാവും. സോളാറിന്റെ പാനൽ ഫിക്സ് ചെയ്യലും പെട്ടെന്നാവും. ഞാൻ ഇവരുടെ അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ തന്നെ
നോക്കാൻ കാരണം ഇത് ടോട്ടലി ഇൻസ്റ്റാളേഷൻ 30,000 ബിലോ ആണ്. ആസ് ഓഫ് നൗ എനിക്കത് അഫോർഡബിൾ ആയിട്ട് തോന്നി. അതും അഫോർഡബിൾ അല്ലാത്തവർക്ക് EMI ഓപ്ഷൻ ഉണ്ടല്ലേ? EMI ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ബജാജിന്റെ EMI ഓപ്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ബജാജിന്റെ കാർഡ് എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം എല്ലാവരും നമ്മുടെ വാങ്ങിക്കുന്ന വൈറ്റ് ഗുഡ്സ് വാങ്ങിക്കുന്നുണ്ട്, എല്ലാവരും അടുത്തുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി എഞ്ചിനീയർഡ് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയത്? കംപ്ലീറ്റ്ലി എഞ്ചിനീയർഡ് കേരള, മെയ്ഡ് ഇൻ ഇന്ത്യ. അതായത് ഇതിന്റെ എന്ത് പാർട്സ് ആയാലും നിങ്ങൾ സ്വന്തം ഡിസൈൻ ചെയ്ത്? അതെ അതെ, PCB ലെവലിൽ തൊട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത്. ഇത് ഇരിക്കുന്ന ഐക്കോണിൽ ഇരിക്കുന്ന 18ാമത്തെ റിവിഷനാണ്. കാലം 2012 തൊട്ടിട്ട് നമ്മൾ സ്വന്തം വീട്ടിൽ നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോട്ടോടൈപ്പായി ചെയ്തിട്ട് 23 വന്ന് അവസാനം ടെസ്റ്റ് ചെയ്ത് അങ്ങനെ വന്നതാണ്. ഇതിന്റെ ഒരു മെയിൻ USP എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോകത്തുള്ള, ഇന്ത്യ അല്ല ലോകത്തുള്ള ഏത് ബ്രാൻഡ് ഓഫ് UPS ആണെങ്കിലും ഏത് രാജ്യത്തിലാണ് കൊണ്ടുവച്ചാലും വർക്ക് ചെയ്യും. നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉള്ള കാര്യം നിങ്ങൾ ഈ ഒരു ചാനലിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, എൻ്റെ അടുത്ത് ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി ആണുള്ളത്. അപ്പോൾ അത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ലിഥിയം അയോൺ ആയിട്ട് മാറാനുള്ള ചാൻസ്. ഇപ്പോൾ നമുക്ക് എല്ലാവരുടെയും ചൈനയിൽ നമുക്കറിയാം എല്ലാവരും യൂസ് ചെയ്യുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇനി ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്കൂട്ടറിനെ കുറിച്ച് പറഞ്ഞില്ല, EV സ്കൂട്ടറിനെ കുറിച്ച്, അതിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ്. ആ ബാറ്ററിയാണ് ഇനി നെക്സ്റ്റ് UPS മാർക്കറ്റിൽ വരാം. നമ്മുടെ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ ഏത് സമയത്ത് ലിഥിയം അയണോ ഇനി അന്ന് വരാൻ പോകുന്ന ഏത് ഫ്യൂച്ചർ പുതിയ ടെക്നോളജി ബാറ്ററീസ് ആണെങ്കിലും സുഖമായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ നമ്മൾ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു OTA അപ്ഡേറ്റ് ഞങ്ങൾ അവിടെ നിന്ന് അയക്കും. പാനലിന് എത്ര വാറണ്ടി വരുന്നത്? പാനലിന് നോർമലി പല മാനുഫാക്ചേഴ്സ് പല വാറണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് 10 years മാനുഫാക്ചറിംഗ് വാറണ്ടിയാണ്, റിപ്ലേസ്മെന്റ് വാറണ്ടിയാണുള്ളത്, മാനുഫാക്ചേഴ്സ് വാറണ്ടിയാണ്. 25 years പെർഫോമൻസ് വാറണ്ടിയും പറയും. രണ്ടാണ്. മാനുഫാക്ചേഴ്സ് വാറണ്ടിയും പെർഫോമൻസ് വാറണ്ടി രണ്ടാണ്. അത് മാർക്കറ്റിൽ പൊതുവെ അറിയില്ല. എല്ലാവരും 25 years വാറണ്ടി എന്നേ പറയുള്ളൂ. പക്ഷേ ശരിക്കും മാനുഫാക്ചേഴ്സ് വാറണ്ടി 10 years ആണ്, പെർഫോമൻസ് വാറണ്ടി 25 years ആണ്. അപ്പോൾ അത് ഒരു 25 years കൂട്ടാം. നിങ്ങളെ പ്രൊഡക്റ്റ് 3 years ആണ്. 3 years കംപ്ലീറ്റ് A to Z വാറണ്ടി, അതായത് റിട്ടേൺ ടു ബേസ് വാറണ്ടി. എന്തുണ്ടെങ്കിലും ഞങ്ങൾ വന്ന് സാധനം എടുത്ത് അവർ തിരിച്ച് മാറ്റി. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അടുത്ത് റെഡി സ്റ്റോക്ക് ഉണ്ടാവും എന്ത് അതിൻ്റെ യൂണിറ്റ് എങ്ങനെ ആയാലും. ഇപ്പോൾ ഞങ്ങൾക്ക് 2018 തൊട്ട് ഞങ്ങളൊരു പ്രോട്ടോടൈപ്പ് ഫീൽഡിലുണ്ട്. ഒന്നുപോലും ഞങ്ങൾക്ക് ഹാർഡ്വെയർ ഫെയിലിയർ വന്നിട്ടില്ല, സൈറ്റിൽ പോയി മാറ്റേണ്ടി വന്നിട്ടില്ല. ഞാനിപ്പോൾ ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റ് റൂഫിനകത്ത് വെക്കുന്ന ടൈപ്പ് സ്ട്രക്ചറാണ്. ഇവിടെ സൗത്ത് അങ്ങോട്ടേക്കാണ് കാണുന്ന പോലെ, അങ്ങോട്ടേക്ക് 13 degree 11 degree 13 degree സ്ലോപ്പിലാണ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കാറ്റ് പിടിച്ച് പറക്കുന്ന ഒരു സിറ്റുവേഷന് കാറ്റ് പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ വെയിറ്റ് ലോഡ് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ കട്ടയുടെ വെയിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ആംഗിൾ അടക്കം നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ താഴെ നിന്നുള്ള കാറ്റ് പിടിക്കുന്നത് അടക്കം സിമുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വെയിറ്റ് ചെയ്ത്. ഓക്കെ, നിങ്ങളിത് അവിടെ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ സിമുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇവിടെ കൊണ്ടുവരുന്നത്. ഇൻവെർട്ടർ, ബാറ്ററി, ACB എല്ലാം സോളാർ, ഓൾ ഇൻ വൺ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളൊരു എനർജി മാനേജറാണ്. നമ്മുടെ ഡിവൈസ് എനർജി മാനേജറാണ്. എല്ലാം കയറി ഇറങ്ങുന്നത് നമ്മളെ പ്രൊഡക്റ്റിനകത്ത് കൂടിയാണ്. ഇൻവെർട്ടർ സാധാരണ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻവെർട്ടർ ബാറ്ററിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. ബാറ്ററിയുടെ ഒരു വയർ ഉണ്ടാവുമല്ലോ, അതുപോലെ നമ്മുടെ ഡിവൈസ് ത്രൂ ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും നിങ്ങളുടെ ഡിവൈസിലാണ് ഇൻവെർട്ടറിന്റെ കണക്ഷൻ വരാം, ബാറ്ററിന്റെ കണക്ഷൻ വരാം, KCBന്റെ കണക്ഷൻ വരാം, എല്ലാം നിങ്ങളെ ഒരു ഡിവൈസ്. ഇൻവെർട്ടറിന്റെ എല്ലാം സോളാറിന്റെ കണക്ഷൻ എല്ലാം വരുന്നത് അതിനകത്താണ്. ഇതൊരു ജംഗ്ഷൻ ബോക്സ് പോലെ ഒരു മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുക. സിമ്പിളായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇടാണ്. ഇപ്പോൾ ഒരു ഡേ ടൈം യൂസേജിൽ ഞാൻ ഒരു 300 വാട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എക്സാക്ട്ലി വരുന്നത്? ഇപ്പോൾ പകൽ സമയത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ ഒരു 8 മണി 9 മണി ആ റേഞ്ച് ആകുമ്പോഴത്തേക്കും ബാറ്ററി ഫുള്ളാവും. ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മെയിൻസ് നമ്മൾ ഇൻറ്റേർണലി കട്ട് ചെയ്യും. ഇപ്പോൾ ഇൻവെർട്ടർ വിചാരിക്കും പവർ ഫെയിലായെന്ന്. അപ്പോൾ ആ ടൈം തൊട്ട് ഇൻവെർട്ടർ ബാറ്ററിയിൽ നിന്നായിരിക്കും റൺ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ആ സമയത്ത് സോളാറിൽ നിന്ന് ഒരു 300 വാട്ട് പവർ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ ലോഡ് റിക്വയർമെൻറ്റും 300 വാട്ടാണ്. അപ്പോൾ ഡയറക്റ്റ് ബാറ്ററി ത്രൂ കയറി 300 വാട്ടും ലോഡിലേക്ക് തന്നെ പോകും. ബാറ്ററി അതുപോലെ ഐഡിയൽ ആയിട്ട് തന്നെ ഇരിക്കും. അത് അതെ, ചാർജ് ആവില്ല. എന്നാൽ നേരെ മറിച്ച് നമുക്ക് റിക്വയർമെൻറ്റ് ഒരു 400 വന്നെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ടൈമിൽ 300 സോളാറിൽ ഡയറക്റ്റ് ലോഡിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ബാക്കി 100 നമ്മൾ ബാറ്ററിയിൽ നിന്നായിരിക്കും എടുക്കുന്നുണ്ടാവും. അതായത് ബാറ്ററി ആ ടൈമിൽ ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങും. ഓക്കെ, നേരെ മറിച്ച് നമുക്ക് 200 വാട്ടിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ 300 വരുന്നതിൽ 200 ലോഡിലോട്ടും പോകും. ബാക്കി 100 ബാറ്ററി ചാർജ് ചെയ്യും. ഓക്കെ, അപ്പം ബാറ്ററി ചാർജ് ചെയ്ത് വീണ്ടും ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ സോളാർ വീണ്ടും കട്ട് ചെയ്യും. കാരണം ഓവർ ചാർജ് ചെയ്യാതിരിക്കാം. പിന്നെ ബാറ്ററി തന്നെ ലോഡ് റൺ ചെയ്യും. കുറച്ച് കഴിഞ്ഞ് ബാറ്ററി ഒരു % ഇറങ്ങി കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ സോളാർ ഇട്ട് കൊടുത്തിട്ട് സോളാർ ത്രൂ റൺ ചെയ്തുകൊണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കൊടുക്കുന്നത് പോലെ നമ്മളെ കൂപ്പൺ കോഡ് MDTV. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ എന്തായാലും ഇവരുടെ സെയിൽസ് ടീമിൻ്റെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഇവരുടെ വെബ്സൈറ്റും എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒന്ന് പറയാം, നമ്മൾ വിളിക്കുന്നത് മല്ലു ഡിസ്കവറി TVൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. കൂപ്പൺ കോഡ് MDTV അപ്ലൈ ചെയ്യുക, കോഡിലേക്ക് കൂടി അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളതായ ഒരു ഓഫർ എന്തായാലും ഷുവറായിട്ടും കൊടുക്കും. എന്തായാലും ഒന്ന് എൻക്വയറി ചെയ്യാം. എന്തായാലും ഇതിലൂടെ നിങ്ങൾക്ക് മാക്സിമം ഡൗട്ട്സ് ക്ലിയർ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഒരു അപ്ഡേറ്റഡ് വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. കാരണം അപ്ഡേറ്റഡ് അടുത്ത ഒരു ബില്ലിംഗ് സൈക്കിളിൽ ഉണ്ടായതും ഇപ്പോഴത്തെ ബില്ലിൻ്റെയും ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഈ ഡിവൈസിന്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു മൗണ്ടിങ് ബ്രാക്കറ്റും കൂടെ ഉണ്ടാവും. ഈ മൗണ്ടിങ് ബ്രാക്കറ്റ് നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്തിട്ട് ചെയ്യാനുള്ള അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇതിലാണ് ഇൻവെർട്ടറും ബാറ്ററിയും സോളാറും നമ്മൾ ഇതിന്റെ പവർ എല്ലാം. അതെ. പിന്നെ ഈ ഇതെന്ന് പറഞ്ഞാൽ ഇൻവെർട്ടറിൽ നമുക്ക് നോർമലി മെയിൻസ് ഇൻപുട്ട് ഉണ്ടാവും, ഒരു പ്ലഗ് ഉണ്ടാവും. ആ പ്ലഗിന് പകരം നമ്മളാണ് ഇൻപുട്ട് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ UPS എന്ന് പറഞ്ഞൊരു സോക്കറ്റ് ഉണ്ട്. ആ സോക്കറ്റിലേക്കാണ് നമ്മൾ ഇൻവെർട്ടറിന്റെ പ്ലഗ് കുത്തുന്നത്, ഇൻപുട്ട് പ്ലഗ്. അതായത് ഫുൾ കൺട്രോൾ നമ്മുടെ ഇതിലാണ്. ഇതിലൂടെ കയറിയാണ് മെയിൻസും പോകുന്നത്, ഇതിലൂടെ കയറിയാണ് ബാറ്ററിയും സോളാറും എല്ലാ ഡീറ്റെയിൽസും പോകുന്നത്. അപ്പോൾ അവിടെ വരുന്ന സോളാറിന്റെ മെയിൻ ബ്രേക്കർ അത് വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ സോളാർ നമ്മൾ റൗട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. സോളാറിൽ കണ്ട നമ്മളെ പാനലിന് 2 വയർ ഇതിലേക്ക്. അതെ, 2 പാനൽസ് പാരൽ ചെയ്ത് നമ്മൾ ഇവിടെ എത്തിച്ചിരിക്കുന്നു. അതിനകത്ത് ഇതിന് നമ്മളൊന്ന് മെയിൻ്റനൻസിനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ എമർജൻസി കേസിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഒരു പ്രശ്നമില്ല. നോർമലി ഇൻവെർട്ടർ എങ്ങനെ വർക്ക് ചെയ്യും ആ രീതിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കും. സോളാറായിട്ട് വർക്ക് ആവില്ല. ഓക്കെ, നമുക്ക് കണക്ഷൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പം നമ്മുടെ നോർമൽ ഇൻവെർട്ടറിന്റെ ബാറ്ററീസ് കണക്ട് ചെയ്യുന്ന, ബാറ്ററിയുടെ ടെർമിനൽസ് കണക്ട് ചെയ്യുന്ന വയേഴ്സാണ്. അപ്പോൾ ഈ വയേഴ്സാണ് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള പ്ലസിലേക്കും നെഗറ്റീവിലേക്കും കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ ഇൻവെർട്ടറിന്റെ വയർ നമ്മൾ മുറിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മൾ ഈ റിംഗ് സോക്കറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി വോയിഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് ഒരു കസ്റ്റമേഴ്സ് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് കണക്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യായിരുന്നു. നമ്മുടെ ഡിവൈസിൻ്റെ കൂടെ നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി 2 വയേഴ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ടെർമിനൽസ്, ബാറ്ററിയുടെ 2 ടെർമിനൽസിൽ അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി 2 പിൻ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ എൻഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടി 2 റിംഗ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി കണക്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സോളാറിൻ്റെ ടെർമിനൽസ് ആണ്. നമ്മൾ ഇതെല്ലാം കണക്ഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് പുറത്തെ സോക്കറ്റ് കുത്താനും ബാറ്ററി ടെർമിനൽസ് കണക്ട് ചെയ്യാനുള്ളതാണ്. അത് നമുക്കിത് ക്ലോസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് ലിഡ് വെച്ചിട്ട് നേരെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, ലിഡും ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇത് ബ്രാക്കറ്റിലേക്ക് മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾ ഈ ഐക്കോൺ എന്ന് പറഞ്ഞ ഡിവൈസിലാണ് ഇൻവെർട്ടർ കണക്ട് ആയിട്ടുള്ളത്, ബാറ്ററി കണക്ട് ആയിട്ടുള്ളത്, അതേപോലെ തന്നെ സോളാറും കണക്ട് ആയിട്ടുള്ളത്, പിന്നെ അതിന്റെ പവറും അതിൽ തന്നെ. നമ്മളതാണ് ഓൾറൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് സപ്ലൈ കൊടുക്കാനുള്ള സോക്കറ്റ്. ഇൻവെർട്ടറിന്റെ ഇൻപുട്ട്, അതായത് KCBയിൽ പ്ലഗ് ചെയ്യാനുള്ള ഇൻപുട്ടാണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ പ്ലഗിൽ വന്നിരിക്കുന്നതാണ് ഇൻപുട്ട്, ഐ മീൻ സോക്കറ്റിൽ വന്നിരിക്കുന്നതാണ് ഇൻപുട്ട്. ഇതാണ് ലോഡ്. ഓക്കെ, അപ്പോൾ ലോഡ് നമ്മൾ നോർമലി കണക്ട് ചെയ്യുന്ന പോലെ ഇൻവെർട്ടറിൻ്റെ ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് ഞാനിവിടെ UPS ഇൻ എന്ന് പറയുന്ന ആ പൊസിഷനിൽ കൊടുക്കുകയാണ് ഡിവൈസിൽ. അപ്പോൾ നമ്മൾ ഐക്കോണിലേക്കായിരിക്കും. അതെ, ഇനി ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് ഐക്കോണിലേക്കുള്ള ഇൻപുട്ട് ഞാൻ മെയിൻസ് വഴി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം അതിൽ കണക്ട് ചെയ്തിട്ട് ലാസ്റ്റ് അത് നമ്മളെ മെയിനിലേക്ക്. അതെ, ഇപ്പോൾ ഇൻവെർട്ടറിൽ മെയിൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വെബ് ഇന്റർഫേസ് ആണിത്. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഇന്റർഫേസ്. അപ്പോൾ എൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഈ ഒരു ഇന്റർഫേസ് വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ താഴെ ഓരോ ഇതായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ലൈഫ് ടൈം, ടുഡേ, ലാസ്റ്റ് 7 days, ലാസ്റ്റ് 12 months, ഒരു പീരീഡ്, പർട്ടിക്കുലർ പീരീഡ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ. എൻ്റെ ഡാറ്റ ഇതുപോലെ വരണമെങ്കിൽ ഒരു 2-3 ദിവസം എടുക്കും. ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആണ്. ടുഡേ ഇപ്പോൾ ഇവിടെ എല്ലാം 0 ആണ് ഉള്ളത്. അതെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് സോളാറിൻ്റെ ഇത് കണ്ട നമുക്ക് ആ മൂവ് ചെയ്യുന്ന രാവിലെ 8 മണിക്ക് സോളാർ സേവിങ്സ് 0.02 ആയിരുന്നു. പിന്നെ 9 മണിക്ക് ഇത്ര, അത് കൂടി ഉച്ചയ്ക്ക് 1 മണിയായപ്പം ഏറ്റവും പീക്ക്. പിന്നെ വീണ്ടും സോളാർ കറണ്ട് ഇറങ്ങി തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ പോകുന്നത്. മുകളിൽ കാണിക്കും സോളാർ സേവിങ്സ്, സോളാറിൽ നിന്നുള്ള ഡയറക്റ്റ് സേവിങ്സ് ഇത്രയാണ്, യൂട്ടിലിറ്റി സേവിങ്സ് ഇത്രയാണ്, ടോട്ടൽ സേവിങ്സ് ഇത്രയാണ്. അപ്പോൾ ഒരു ദിവസം സേവ് ചെയ്തത് 2.76 കിലോവാട്ട്. അതായത് അറൗണ്ട് 2 യൂണിറ്റ്സ് നമുക്ക് സോളാറിൽ നിന്ന് മാത്രം കിട്ടി. 0.9 യൂണിറ്റ്സ് നമുക്ക് ഈ ഇൻഹിബിഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊപ്പറേറ്ററി ആയിട്ടുള്ള ആ ഒരു പേറ്റന്റ് ടെക്നോളജി വഴി നമുക്ക് കിട്ടുന്നുണ്ട്. 21-ാം തീയതി കിട്ടിയ സേവിങ്സ് ആണ് കാണിക്കുന്നത്, 3 യൂണിറ്റ്. അതെ, ഇന്ന് എൻ്റെ കുറച്ച് സമയം അധികം എടുത്തു. വേറെ ഒന്നല്ല, എൻ്റെ ഓരോ ഇൻസ്റ്റാളേഷനും വീഡിയോ എടുക്കണം, ഓരോ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ നൈറ്റ് ആക്കി. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു വീഡിയോയും കൂടി ഞാൻ ഇടുന്നതാണ്. എങ്ങനെയാ വെച്ചാല് ഇതിന്റെ സേവിങ്സ്, അതായത് സ്ലാബ്സും കൂടി ഇവിടെ കട്ട് ഓഫ് ആവില്ല. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിങ്ങളുടെ ഉപയോഗിക്കുന്ന സ്ലാബ് എവിടെയാണ് കിടക്കുന്നത്, ടോട്ടൽ എനർജിയുടെ സ്ലാബ് എവിടെയാണ് കിടക്കുന്നത്,
വെക്കുന്നത്. ആ സേവിങ്സ് ചിലപ്പോൾ തൊട്ട് താഴെ സ്ലാബിലായിരിക്കും നിങ്ങൾ കയറുന്നത്. പിന്നെ അടുത്ത ബില്ല് വരെ ഓരോ 2 മാസം കഴിയുമ്പോൾ ബില്ല് അടുത്ത ബില്ലിൽ നമ്മളൊരു അപ്ഡേറ്റഡ് വീഡിയോ, അതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. തീർച്ചയായിട്ടും ചെയ്യണം. ഓക്കെ, അപ്പോ ഇതിന്റെ വീഡിയോക്ക് ഒരു കംപ്ലീഷൻ വരും. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഓക്കെ, അപ്പോ എന്തായാലും ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുതൽ നാളെ മുതൽ റണ്ണിങ് ആവും അല്ലേ? അപ്പൊ നാളെ സൂര്യൻ ഉദിക്കുന്നതോടെ നമ്മൾ ഈ വീട് സോളാർ ആകാൻ പോവാണ്. ആൻഡ് കൺട്രോൾഡ് ബൈ 24/7 എനർജി 24/7. സോ ഓക്കെ, വീഡിയോ എന്തായാലും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത് താഴെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ലെറ്റ്സ് സീ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ ഫർഹാൻ ബിൻ ഫസൽ ഹിയർ. Bye bye. I can hear your voice